കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി VC മോഹനൻ കുന്നുമ്മൽ. അനിൽകുമാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. സസ്പെൻഷനിലിരിക്കെ ഫയലുകൾ നോക്കാൻ പാടില്ല. സർവകലാശാലയിൽ ഭരണപ്രശ്നമുണ്ടാക്കിയത് രജിസ്ട്രാറും സിൻഡിക്കേറ്റും ചേർന്നാണെന്നും VC പറഞ്ഞു. ക്യാമ്പസിൽ ചെഗുവേരയുടെ പടം വെച്ചത് ശരിയല്ലെന്ന് പറഞ്ഞ VC സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ചോദ്യമുയർന്നപ്പോൾ പ്രകോപിതനായി ഇറങ്ങിപ്പോയി. അവിടെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കില്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ നേതാവായ ചെഗുവേരയുടെ ഫോട്ടോ അല്ലേ വെച്ചിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ? അല്ലല്ല, ഞാൻ ഈ രജിസ്ട്രാർ സസ്പെൻഡഡ് രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഫയലും ഞാൻ നോക്കിയിട്ടില്ല. ഒരാള് ബോധപൂർവം സസ്പെൻഡ് ചെയ്ത ഒരാള് ഇടിച്ചു കയറി ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ എൻഡോഴ്സ് ചെയ്യാം? ഐ കനോട്ട് ബി ഡൺ. ഗോപാൽ ഷീല സനൽ നൽകും വിവരങ്ങൾ. ഗോപാൽ, SFIയുടെ പ്രതിഷേധം ഭയന്ന് വരാതിരുന്ന VC 20 ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള സർവകലാശാലയിൽ എത്തിയത്. അതിനുശേഷം ഉള്ള പ്രതികരണത്തിൽ വരുമ്പോൾ ഈ രജിസ്ട്രാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ പ്രവർത്തികൾ തടയുന്ന തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അനിൽകുമാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ മറ്റൊരു ചോദ്യം ഉയർത്തുമ്പോൾ പ്രകോപിതനായി ഇറങ്ങിപ്പോകുന്നതും കണ്ടു അല്ലേ? അതേ ശ്രുതി, മറുചോദ്യം ഉയരുമ്പോൾ അദ്ദേഹം പ്രകോപിതനാവുകയും ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. പല ചോദ്യങ്ങൾക്കും അദ്ദേഹം പൂർത്തിയായ മറുപടി നൽകിയില്ല. ഇതിൽ ഇന്ന് രാവിലെയാണ് 20 ദിവസങ്ങൾക്ക് ശേഷം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തുന്നത്. 1838 സർട്ടിഫിക്കറ്റുകൾ താരം ഒപ്പിട്ടുവെന്നും ഇനി ഒരു സർട്ടിഫിക്കറ്റുകളും പെൻഡിംഗ് ഇല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം SFI പ്രവർത്തകരെയും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറെയും സിൻഡിക്കേറ്റിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. രജിസ്ട്രാർ KS അനിൽകുമാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വിഷയത്തിൽ രജിസ്ട്രാർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടായിട്ടില്ല. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ട, വിശദീകരണം വാങ്ങേണ്ടതില്ല. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് തോന്നിയത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അത് അംഗീകരിക്കാതെ സർവകലാശാലയിൽ കയറിയിരിക്കുന്നതും ഫയലുകൾ നോക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് എന്നും നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്നു എന്നതുമായിരുന്നു അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച ആരോപണം. കൂടാതെ തന്നെ SFI പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് വിളിച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. കാരണം സർവകലാശാലയെ കലാപഭൂമിയാക്കാൻ ചില ഗുണ്ടകൾ ശ്രമിക്കുന്നു. അവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പായിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ ചില തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ നേതാക്കളെ പ്രീതിപ്പെടുത്തി ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കാനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വേണ്ടിയുള്ള തത്രപ്പാടിലാണ് SFI നേതാക്കളെന്നും കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പോലെയല്ല ഈ ആരോഗ്യ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെന്നും കേരള സർവകലാശാലയിലെ പോലെ ഒരു കലാപാന്തരീക്ഷം അവിടെ ഇല്ല. അവിടെ സമരങ്ങളില്ല, കലഹങ്ങളില്ല, അക്രമങ്ങളില്ല. അവിടെ വിദ്യാർത്ഥികൾ പ്രൊഫഷണലായിട്ടാണ് പഠിക്കുന്നത്. പഠിക്കുവാൻ വേണ്ടി മാത്രമാണ് വിദ്യാർത്ഥികൾ വരുന്നതെന്നടക്കമുള്ള സമരങ്ങളെ പൂർണ്ണമായും താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുണ്ട്. അതോടൊപ്പം തന്നെ ചെഗുവേര പരാമർശമാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഈ ഘട്ടത്തിൽ പ്രകോപിപ്പിക്കുകയുണ്ടായത്. കാരണം കേരള സർവകലാശാലയ്ക്കുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ ചെഗുവേരയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ചെഗുവേരയുടെ ചിത്രം വെക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതിന് മറുചോദ്യമായി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതല്ലേ ഈ പ്രശ്നത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ പ്രകോപിതനായി ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഈ വിഷയത്തിൽ രജിസ്ട്രാർ കൃത്യമായ നിയമവിരുദ്ധമായ നടപടികൾ ചെയ്തു എന്നും രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമാണ്. അന്നത്തെ സിൻഡിക്കേറ്റ് യോഗം അത് റദ്ദാക്കപ്പെട്ടതാണ്. അത് പിരിച്ചുവിട്ട യോഗമാണ്. ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ സാധുവല്ല. ആ യോഗത്തിലെടുത്ത അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അർഹത അന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തവർക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം വാദിച്ചത്. അതിനുശേഷം അദ്ദേഹം സർവകലാശാലയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. തീർച്ചയായിട്ടും എന്തായാലും ഒരു മറുചോദ്യം വന്നപ്പോഴാണ് VC ഇറങ്ങിപ്പോയത്. സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു ഉയർന്നത്. ഇതിലാണ് അദ്ദേഹം പ്രകോപിതനാവുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തത്. വലിയ വിവാദമൊക്കെ ആവുക ചെയ്ത വിഷയമായിരുന്നു എന്തായാലും ഭാരതാംബയുടെ വിഷയം. ഇന്നിപ്പോൾ കണ്ടതും അങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതായിരുന്നു. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്.